ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് LDC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവരും പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. നമുക്ക് പെട്ടെന്ന് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ്? ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ്? ഓപ്ഷൻസ്: അമേരിക്ക, ബ്രിട്ടൻ, ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. ഓക്കെ, അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കുറവ് പട്ടികജാതിക്കാരുള്ള ജില്ല ഏത്? കേരളത്തിൽ ഏറ്റവും കുറവ് പട്ടികജാതിക്കാരുള്ള ജില്ല ഏത്? ഓപ്ഷൻസ്: പാലക്കാട്, വയനാട്, ആലപ്പുഴ, എറണാകുളം. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, വയനാട്. കേരളത്തിൽ ഏറ്റവും കുറവ് പട്ടികജാതിക്കാരുള്ള ജില്ലയാണ് വയനാട്. ഓർത്തു വെച്ചോളൂ, കേരളത്തിൽ ഏറ്റവും കുറവ് പട്ടികജാതിക്കാരുള്ള ജില്ല വയനാട്. അടുത്ത ചോദ്യം, സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഓപ്ഷൻസ്: കക്കാട്, മണിയാർ, കുറ്റ്യാടി, ഇടുക്കി. ഇതിലേതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, മണിയാർ. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. പമ്പ നദിയുടെ നീളം എത്ര കിലോമീറ്ററാണ്? പമ്പ നദിയുടെ നീളം എത്ര കിലോമീറ്ററാണ്? ഓപ്ഷൻസ്: 169, 176, 130, 179. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 176. പമ്പ നദിയുടെ നീളം എത്ര കിലോമീറ്ററാണ്? 176. അടുത്ത ചോദ്യം, കേരളത്തിലെ ആകെ മീഡിയം നദികളുടെ എണ്ണം എത്ര? കേരളത്തിലെ ആകെ മീഡിയം നദികളുടെ എണ്ണം എത്ര? ഓപ്ഷൻസ്: 40, 44, 4, 36. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ സി, 4. കേരളത്തിലെ ആകെ മീഡിയം നദികളുടെ എണ്ണം എത്രയാണ്? 4. അടുത്ത ചോദ്യം, കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം എത്ര സെൻറ്റിമീറ്ററാണ്? കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം എത്ര സെൻറ്റിമീറ്ററാണ്? ഓപ്ഷൻസ്: 300, 150, 100, 250. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ എ, 300. കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം എത്ര സെൻറ്റിമീറ്ററാണ്? 300 സെൻറ്റിമീറ്റർ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായ വർഷം. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായ വർഷം ഏതാണ്? ഓപ്ഷൻസ്: 1970, 1975, 1978, 1980. ഇതിലേതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1975. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായ വർഷം ഏതാണ്? 1975. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി തുമ്പികളുടെ കണക്കെടുപ്പ് നടന്ന വന്യജീവി സങ്കേതം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി തുമ്പികളുടെ കണക്കെടുപ്പ് നടന്ന വന്യജീവി സങ്കേതം ഏതാണ്? ഓപ്ഷൻസ്: ആറളം, നെയ്യാർ, പേപ്പാറ, ശെന്തുരുണി. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ ഡി, ശെന്തുരുണി. ഇന്ത്യയിൽ ആദ്യമായി തുമ്പികളുടെ കണക്കെടുപ്പ് നടന്ന വന്യജീവി സങ്കേതമാണ് ശെന്തുരുണി. അടുത്ത ചോദ്യം, കേരളം മണ്ണും മനുഷ്യനും എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? കേരളം മണ്ണും മനുഷ്യനും എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? ഓപ്ഷൻസ്: EK നായനാർ, EMS, ഡോക്ടർ തോമസ് ഐസക്, VS അച്യുതാനന്ദൻ. ഇതിലേതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഡോക്ടർ തോമസ് ഐസക്. കേരളം മണ്ണും മനുഷ്യനും എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ഡോക്ടർ തോമസ് ഐസക്. അടുത്ത ചോദ്യം, ജൈവ എന്നത് അത്യുൽപാദന ശേഷിയുള്ള ഏത് വിളയുടെ സങ്കര ഇനമാണ്? ജൈവ എന്നത് അത്യുൽപാദന ശേഷിയുള്ള ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഓപ്ഷൻസ്: നെല്ല്, മുളക്, പയർ, തക്കാളി. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ എ ആണ്, നെല്ല്. ജൈവ എന്നത്
അത്യുൽപാദന ശേഷിയുള്ള ഏത് വിളയുടെ സങ്കര ഇനമാണ്? നെല്ല്. അടുത്ത ചോദ്യം, കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ്റെ യഥാർത്ഥ നാമം എന്ത്? കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ്റെ യഥാർത്ഥ നാമം എന്ത്? ഓപ്ഷൻസ്: കുട്ടി അഹമ്മദ് അലി, കുട്ടി പോക്കർ അലി, പട്ടുമരക്കാർ, മുഹമ്മദ് അലി മരക്കാർ. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ സി, പട്ടുമരക്കാർ. കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ്റെ യഥാർത്ഥ നാമം എന്താണ്? പട്ടുമരക്കാർ. അടുത്ത ചോദ്യം, ഹോർത്തൂസ് മലബാറിക്കസിലെ ആകെ ബാല്യങ്ങൾ എത്ര? ഹോർത്തൂസ് മലബാറിക്കസിലെ ആകെ ബാല്യങ്ങൾ എത്ര? ഓപ്ഷൻസ്: 742, 12, 69, 78. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി, 12. ഹോർത്തൂസ് മലബാറിക്കസിലെ ആകെ ബാല്യങ്ങൾ എത്രയാണ്? 12. അടുത്ത ചോദ്യം, തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക മുദ്രയേത്? തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക മുദ്രയേത്? ഓപ്ഷൻസ്: കടുവ, ശംഖ്, അമ്പും വില്ലും, ആന. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ശംഖ്. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക മുദ്രയാണ് ശംഖ്. അടുത്ത ചോദ്യം, നെടുങ്കോട്ട പണികഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? നെടുങ്കോട്ട പണികഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? ഓപ്ഷൻസ്: കാർത്തിക തിരുനാൾ, അവിട്ടം തിരുനാൾ, ആയില്യം തിരുനാൾ, സ്വാതി തിരുനാൾ. ഉത്തരം ഏതാണ്? കാർത്തിക തിരുനാൾ. ഓപ്ഷൻ എ, കാർത്തിക തിരുനാൾ. നെടുങ്കോട്ട പണികഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവാരാണ്? കാർത്തിക തിരുനാൾ. അടുത്ത ചോദ്യം, കാണപ്പാട്ട വിളംബരം എന്നറിയപ്പെടുന്ന വിളംബരം ഏത്? കാണപ്പാട്ട വിളംബരം എന്നറിയപ്പെടുന്ന വിളംബരം ഏത്? ഓപ്ഷൻസ്: വിദ്യാഭ്യാസ വിളംബരം, കുണ്ടറ വിളംബരം, ജന്മികുടിയാൻ വിളംബരം. ഇവയൊന്നുമല്ല. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ സി ആണ്, ജന്മികുടിയാൻ വിളംബരം. കാണപ്പാട്ട വിളംബരം എന്നറിയപ്പെടുന്ന വിളംബരം ഏതാണ്? ജന്മികുടിയാൻ വിളംബരം. ആത്മവിദ്യാ സംഘത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നതെവിടെ? ആത്മവിദ്യാ സംഘത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നതെവിടെ? ഓപ്ഷൻസ്: ദേശമംഗലം, ചങ്ങനാശ്ശേരി, കരക്കാട്, മട്ടാഞ്ചേരി. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ സി ആണ്, കരക്കാട്. ആത്മവിദ്യാ സംഘത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് കരക്കാടാണ്. അടുത്ത ചോദ്യം, പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി ഉലക്ക എന്ന നോവൽ രചിച്ചതാര്? പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി ഉലക്ക എന്ന നോവൽ രചിച്ചതാര്? ഓപ്ഷൻസ്: പി കേശവദേവ്, തകഴി, കെ ബി മേനോൻ, സി കൃഷ്ണൻ. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ എ, പി കേശവദേവ്. പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി ഉലക്ക എന്ന നോവൽ രചിച്ചത് പി കേശവദേവ്. അടുത്ത ചോദ്യം, അമരാവതി സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് ആര്? അമരാവതി സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് ആര്? ഓപ്ഷൻ: സി കേശവൻ, എം ഇ നായിഡു, കെ കേളപ്പൻ, എ കെ ഗോപാലൻ. ഉത്തരം എ കെ ഗോപാലൻ. അമരാവതി സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവാണ് എ കെ ഗോപാലൻ. അടുത്ത ചോദ്യം, കൂത്താളി സമരം നടന്ന ജില്ലയേത്? കൂത്താളി സമരം നടന്ന ജില്ലയേത്? ഓപ്ഷൻസ്: ആലപ്പുഴ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി, കോഴിക്കോട്. കൂത്താളി സമരം നടന്ന ജില്ലയാണ് കോഴിക്കോട്. അടുത്ത ചോദ്യം, ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത്? ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻസ്: പ്ലീഹ, കരൾ, ഹൃദയം, വൃക്ക. ഉത്തരം ഓപ്ഷൻ എ, പ്ലീഹ. ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലീഹയാണ്. അടുത്ത ചോദ്യം, മനുഷ്യനിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? മനുഷ്യനിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻസ്: 4, 12, 8, 24. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ സി ആണ്, 8. മനുഷ്യനിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? 8. അടുത്ത ചോദ്യം നോക്കാം. മണ്ണിരയുടെ വിസർജനാവയവം ഏത്? മണ്ണിരയുടെ വിസർജനാവയവം ഏത്? ഓപ്ഷൻസ്: നെഫ്രീഡിയ, മാൽപീജിയൻ നാളികൾ, വൃക്കകൾ, ബുക്ക് ലങ്സ്. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, നെഫ്രീഡിയ. മണ്ണിരയുടെ വിസർജനാവയവം ഏതാണ്? നെഫ്രീഡിയ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു.
കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.